ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് അമ്പലത്തിലേക്കാണ്, ഒരു പുരാതന ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. വരാഹ ക്ഷേത്രത്തിലേക്കാണ്. എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിനടുത്ത് ചെറായിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ ഗൗഡ സാരസ്വത ബ്രാഹ്മണ ക്ഷേത്രമാണ് അഴീക്കൽ ശ്രീ വരാഹ ക്ഷേത്രം. ഇതാണ് ആ ക്ഷേത്രം. നമുക്ക് ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കാണുന്നതിനോടൊപ്പം ക്ഷേത്രത്തെ പറ്റിയും നമുക്ക് കുറച്ചൊന്നറിയാം. 1869 സ്ഥാപിതമായ ഈ ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ ഏക സമ്പൂർണ്ണ ക്ഷേത്രമാണ്. ഇവിടെ ശ്രീ വരാഹനും ശ്രീ വെങ്കടേശ്വരനും ഒരുമിച്ച് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ചെറായി മേഖലയിലെ പ്രധാന ദേവാലയങ്ങളിലൊന്നാണ് അഴീക്കൽ ശ്രീ വരാഹ ദേവസ്വം ക്ഷേത്രം. കേരളത്തിലെ ആദ്യത്തെ ഗൗഡ സാരസ്വത ബ്രാഹ്മണ ക്ഷേത്രമായ ഇതിന് അപൂർവ പ്രത്യേകതകളുണ്ട്. അതുപോലെ ശ്രീ വരാഹനും ശ്രീ വെങ്കടേശ്വരനുമൊത്ത് ഒരുമിച്ച് ആരാധിക്കപ്പെടുന്ന ഇന്ത്യയിലെ ഏക ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിലെ രഥോത്സവം അതിപ്രസിദ്ധമാണ്. കൊത്തുപണികളാൽ അലങ്കരിച്ചിരിക്കുന്ന രഥം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രത്യേക റെയിലിലൂടെയാണ് എഴുന്നള്ളിക്കുന്നത്. ഉത്സവകാലത്ത് ഭക്തജനങ്ങളാണ് രഥം വലിച്ചു നീക്കുന്നത്. കൂടാതെ ക്ഷേത്രത്തിലെ വെള്ളിപ്പല്ലക്കും വളരെ പ്രശസ്തമാണ്. വർഷത്തിൽ 2 പ്രാവശ്യം ഇവിടെ ഉത്സവ ആഘോഷത്തിൽ മുകുന്ദമൂർത്തിയുടെ അനുഗ്രഹ സാന്നിധ്യത്തോടെ നിറഞ്ഞു നിൽക്കുന്നു. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശ്രീ വരാഹസ്വാമി, ശ്രീ വെങ്കടേശ്വരൻ. അതുപോലെ ഉപദേവതകൾ മഹാലക്ഷ്മി, മഹാഗണപതി, ശ്രീ ഹനുമാൻ, ഗരുഡൻ, ശിവൻ, ദുർഗ, നാഗരാജ വാസുകി, നാഗയക്ഷി എന്നീ ദേവതകളാണ്. ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ വാർഷിക രഥോത്സവവും അതോടൊപ്പം വെള്ളിപ്പല്ലക്ക് ഉത്സവവുമാണ്. രഥോത്സവം എന്ന് പറയുമ്പോൾ രഥം റെയിലിലൂടെ എഴുന്നള്ളിക്കുന്നതാണ്. ക്ഷേത്രത്തിനകത്ത് തൊഴുത് ഇറങ്ങിയതിന് ശേഷം പടിഞ്ഞാറേ വാതിലിലൂടെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് അവിടെയാണ് ശിവനും ഭഗവതിയും നാഗങ്ങളും ഇരിക്കുന്നത്. ഇതാണ് അമ്പലത്തിന് ചുറ്റുമുള്ള ഒരു റെയിൽവേ ആണിത്. രഥോത്സവം നടത്തുമ്പോൾ ഈ ഒരു റെയിലിലൂടെയാണ് രഥം വലിച്ചു നീക്കുന്നത്. ഈ നടയിലാണ് ശിവനും ദേവിയും ഇരിക്കുന്നത്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ തൊട്ടപ്പുറം തന്നെയാണ് നാഗദേവതകളും ഇരിക്കുന്നത് കേട്ടോ. അതോടൊപ്പം നാഗദേവതകൾ ഇരിക്കണതിൻ്റെ അടുത്തായിട്ട് തന്നെ ഈ ഒരു മരം കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു പ്രത്യേകതരം പൂവായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ കാണുന്ന പോലെയല്ല, ചെറുതല്ല, നല്ല വലിയ പൂവാണ്. അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ അല്ല, നല്ല എടുത്തറിയുന്നൊരു മരമാണത്, ആ പൂക്കൾ. അപ്പോൾ എന്തിൻ്റെ പൂവാണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അതറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ സാധാരണ എല്ലാവരും അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ, അതായത് നമ്മൾ കയറിയ പോലെ ആ വാതിൽ വഴി കയറിയിട്ടാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ കൂടി പുറത്തിറങ്ങുന്നത്. ഞങ്ങളപ്പോൾ ഈ സൈഡിൽ കൂടി ഒന്ന് പോവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടന്നതാണ് കേട്ടോ. ക്ഷേത്രത്തിൽ പുരാതനമായി ഉപയോഗിച്ചു വന്നിരുന്ന ഉപകരണങ്ങളും അതുപോലെ ദേവതകളുടെ രൂപങ്ങളും ഇവിടെ അവർ ഭദ്രമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. മറ്റ് കേടുപാടുകളൊന്നും തട്ടാത്ത രീതിക്ക് ഭദ്രമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് അമ്പലക്കുളം വരുന്നത്. അതുപോലെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല വലിയ കുളമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തെ പറ്റിയുള്ള വിശേഷങ്ങളും അതുപോലെ അമ്പലത്തിൻ്റെ ചരിത്രങ്ങളും ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായിട്ട് വരുന്നത് വരെ ബായ്.